അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളെയും പാടിയുലച്ചുകൊണ്ട് ഇസ്രയേലിൽ വിന്യസിച്ചിരുന്ന തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങളും അമേരിക്ക തിരിച്ചുവിളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഇസ്രയേലിന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ പൂർണ്ണമായും ഞെട്ടിച്ചിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ സമാധാന കരാർ ഒപ്പുവെക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം ഇസ്രയേലിന് ലഭിച്ചിരുന്ന അചഞ്ചലമായ അമേരിക്കൻ സൈനിക പിന്തുണയുടെ തകർച്ചയായാണ് ഈ നീക്കത്തെ ഭൂരിഭാഗം നയതന്ത്രജ്ഞരും വിലയിരുത്തുന്നത്. അമേരിക്കയും തെഹ്റാനും തമ്മിൽ നിലവിൽ വന്നിട്ടുള്ള താൽക്കാലിക വെടിനിർത്തൽ ധാരണകളുടെ നേരിട്ടുള്ള പ്രതിഫലനമാണ് ഈ പെട്ടെന്നുള്ള സൈനിക പിന്മാറ്റമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ നിലയങ്ങളെയോ മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയോ ആക്രമിക്കാൻ ഇസ്രയേൽ വ്യോമസേനയ്ക്ക് ദീർഘദൂര ശേഷിയുള്ള അമേരിക്കൻ റീഫ്യൂവലിംഗ് വിമാനങ്ങളുടെ സഹായം അത്യന്താപേക്ഷിതമായിരുന്നു. ഈ വിമാനങ്ങൾ പിൻവലിക്കുന്നതിലൂടെ ഇറാനെതിരെ ഏകപക്ഷീയമായ സൈനിക നടപടികളിലേക്ക് കടക്കാനുള്ള ഇസ്രയേലിന്റെ ശേഷിയെ അമേരിക്ക ഫലപ്രദമായി തടഞ്ഞിരിക്കുകയാണ്. ഇത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിവരുന്ന ദീർഘകാല സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കുക എന്ന ട്രംപിന്റെ വിദേശ നയത്തിന്റെ ഭാഗമായാണ് ഈ നടപടിയെ കാണേണ്ടത്. വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങൾക്കായി അമേരിക്കൻ പണവും ആയുധങ്ങളും അനാവശ്യമായി ചിലവഴിക്കുന്നത് നിർത്തലാക്കുമെന്ന് ട്രംപ് പലപ്പോഴും പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായുള്ള സമാധാന കരാർ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണാത്മക നിലപാടുകളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് ഇറാനെ ബോധ്യപ്പെടുത്തേണ്ടത് വാഷിംഗ്ടണിന്റെ ആവശ്യമാണ്. ഇതിനായി ഇസ്രയേലി മണ്ണിൽ നിന്നും തങ്ങളുടെ യുദ്ധസഹായ സംവിധാനങ്ങൾ പിൻവലിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ട്രംപ് എത്തുകയാണ് ഉണ്ടായത്. ഈ നീക്കം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിൽ വലിയ ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇത്രയും കാലം തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ രക്ഷാധികാരിയായിരുന്ന അമേരിക്ക ഒരു സമാധാന കരാറിന്റെ പേരിൽ തങ്ങളെ കൈവിടുകയാണോ എന്ന ചിന്ത ഇസ്രയേൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കിടയിൽ ശക്തമാണ്. അമേരിക്കൻ സഹായമില്ലാതെ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം എത്രകാലം നിലനിർത്താൻ കഴിയുമെന്ന ചോദ്യം ടെൽ-അവീവിൽ ഉയർന്നു കഴിഞ്ഞു. ഇസ്രയേലിന്റെ വ്യോമാക്രമണ ശേഷിയെ പരിമിതപ്പെടുത്തുന്ന ഈ തീരുമാനം അവരുടെ പ്രതിരോധ നയങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന US-ഇറാൻ സമാധാന ചർച്ചകളുടെ പശ്ചാത്തലം ഈ സൈനിക പിന്മാറ്റത്തോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. കരാർ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപ് അമേരിക്ക ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് ഇറാന് നയതന്ത്ര തലത്തിൽ വലിയൊരു വിജയമാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അമേരിക്ക ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ തയ്യാറാകുന്നു എന്നത് കരാറിലേക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ അടുക്കാൻ ഇറാനെ സഹായിക്കും. ഇത് പശ്ചിമേഷ്യയിലെ ശക്തി ബാലൻസ് അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികളിൽ നിന്നും ഇറാന്റെ പക്ഷത്തേക്ക് ചായുന്നതിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇസ്രയേൽ മാധ്യമങ്ങൾ ഈ സംഭവത്തെ ചരിത്രപരമായ വഞ്ചന എന്നും തന്ത്രപരമായ തിരിച്ചടി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. വർഷങ്ങളായി അമേരിക്ക കെട്ടിപ്പടുത്ത ഇസ്രയേൽ അനുകൂല വിദേശ നയത്തിൽ നിന്നും ട്രംപ് ഭരണകൂടം വ്യതിചലിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. തങ്ങളുടെ പ്രാദേശിക യുദ്ധങ്ങൾക്ക് അമേരിക്കയുടെ പച്ചക്കൊടി ഇനി എപ്പോഴും ലഭിക്കില്ലെന്ന കടുത്ത യാഥാർത്ഥ്യമാണ് ഇസ്രയേൽ ഇപ്പോൾ നേരിടുന്നത്. സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇസ്രയേലിന്റെ സുരക്ഷാ താല്പര്യങ്ങളെ പോലും ബലി നൽകാൻ ട്രംപ് തയ്യാറാകുമെന്നത് വ്യക്തമായി കഴിഞ്ഞു. ഈ പുതിയ നയതന്ത്ര മാറ്റം പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ പുനഃപരിശോധിപ്പിക്കാൻ പ്രേരിപ്പിക്കും. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ പിന്മാറ്റത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. അമേരിക്ക ഈ രാജ്യത്തെയും എന്നേക്കുമായി സംരക്ഷിക്കില്ലെന്ന ബോധ്യം ഈ അറബ് രാജ്യങ്ങളെ ഇറാനുമായി കൂടുതൽ ഒത്തുതീർപ്പുകളിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചേക്കാം. വാഷിംഗ്ടണിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് സുരക്ഷിതമല്ലെന്ന സന്ദേശമാണ് ട്രംപിന്റെ ഈ അടിയന്തര നീക്കം മിഡിൽ ഈസ്റ്റിന് നൽകുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ ഈ ഭാഗികമായ പിന്മാറ്റം കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, മറിച്ച് ശാശ്വതമായ ഒരു നയമാറ്റത്തിന്റെ തുടക്കമാണെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഇസ്രയേൽ നടത്തുന്ന ഓരോ സൈനിക ക്യാമ്പയിനുകൾക്കും ഒപ്പമിരുന്ന് പണം ഒഴുക്കുന്നത് നിർത്താൻ അമേരിക്ക തീരുമാനിച്ച മട്ടാണ്. ഇസ്രയേലിന്റെ പരമാധികാരത്തിന് അമേരിക്ക നൽകുന്ന പിന്തുണ തുടരുമെങ്കിലും അവരുടെ ആക്രമണാത്മക യുദ്ധങ്ങൾക്ക് തങ്ങളുടെ സൈന്യത്തെ വിട്ടുനൽകാൻ അമേരിക്ക ഇനി തയ്യാറായേക്കില്ല. ഈ മാറ്റം ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ട്രംപിന്റെ ഈ തീരുമാനം കടുത്ത തർക്കങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ഇസ്രയേൽ അനുകൂല ലോബികൾക്ക് ട്രംപിന്റെ ഈ നീക്കത്തോട് കടുത്ത വിയോജിപ്പുണ്ട്. എന്നാൽ വിദേശ രാജ്യങ്ങളിലെ യുദ്ധങ്ങളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ മോചിപ്പിക്കുക എന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന് പൊതുജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയാണുള്ളത്.
ഇറാനുമായുള്ള ഒരു ശാശ്വത സമാധാനം അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്കും ആവശ്യമാണെന്ന ചിന്തയിലാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറും അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റവും അവരുടെ പ്രാദേശിക സ്വാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനത്തോടൊപ്പം ഇസ്രയേലിൽ നിന്നുള്ള സൈനിക ഭീഷണിയും കുറയുന്നത് ഇറാന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ഇത് മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന ആശങ്കയും ഇസ്രയേലിനുണ്ട്. അമേരിക്ക തങ്ങളെ തടഞ്ഞ സാഹചര്യത്തിൽ ഇസ്രയേൽ ഇനി എങ്ങനെ ഇറാനെ പ്രതിരോധിക്കുമെന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും അമേരിക്കൻ സാങ്കേതിക വിദ്യയെയും സാമ്പത്തിക സഹായത്തെയും ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. റീഫ്യൂവലിംഗ് വിമാനങ്ങൾ തിരികെ വാങ്ങുന്നതിലൂടെ ഇസ്രയേൽ വ്യോമസേനയുടെ ദൂരപരിധി ഗണ്യമായി കുറയും. അയൽ രാജ്യങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിന് സാധിക്കുമെങ്കിലും ഇറാന്റെ ഉള്ളിലേക്ക് കടന്ന് ആക്രമണം നടത്തുക എന്നത് ഇനി അവർക്ക് അതീവ സങ്കീർണവും അപകടകരവുമായി മാറും. ട്രംപ് ലക്ഷ്യമിട്ടതും ഇസ്രയേലിന്റെ ഈ ആക്രമണ സ്വഭാവത്തെ തളർത്തുക എന്നത് തന്നെയാണ്. സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവെക്കാനിരിക്കുന്ന US ഇറാൻ സമാധാന കരാർ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറും. ഈ കരാർ നിലവിൽ വരുന്നതോടെ മേഖലയിൽ യുദ്ധഭീതിക്ക് വലിയൊരു പരിധിവരെ ശമനമുണ്ടാകും. എന്നാൽ ഇസ്രയേലിനെ പോലൊരു രാജ്യത്തെ കടുത്ത അസംതൃപ്തിയിലാക്കിക്കൊണ്ട് രൂപീകരിക്കുന്ന സമാധാനം എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്നതിൽ പലർക്കും സംശയമുണ്ട്. ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ സംഭവം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ നെതന്യാഹു സർക്കാരിന്റെ വിദേശനയ പരാജയമായാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കിയത് നെതന്യാഹുവിന്റെ കടും പിടുത്തങ്ങളാണെന്ന വിമർശനം ശക്തമാണ്. സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞുകൂടിയ ഇസ്രയേലിന് സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരുന്ന ഒരു പുതിയ കാലഘട്ടത്തെയാണ് ട്രംപ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രയേൽ ജനതയ്ക്കിടയിലും ഭാവി സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ അടിയന്തര സൈനിക നീക്കം ഇസ്രയേലിനെ ഞെട്ടിക്കുക മാത്രമല്ല, പശ്ചിമേഷ്യയിലെ ഒരു യുഗത്തിന്റെ അവസാനത്തെ കൂടിയാണ് കുറിക്കുന്നത്. അമേരിക്കയുടെ അന്ധമായ പിന്തുണ ഇനി ഇസ്രയേലിന് ലഭിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് വാഷിംഗ്ടൺ നൽകിയിരിക്കുന്നത്. ഇറാനുമായുള്ള സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു രാഷ്ട്രീയ ക്രമം രൂപപ്പെടും. ഈ പുതിയ സാഹചര്യത്തോട് ഇസ്രയേൽ എങ്ങനെ പൊരുത്തപ്പെടുമെന്നതും തങ്ങളുടെ സുരക്ഷയ്ക്കായി അവർ പുതിയ സഖ്യങ്ങൾ തേടുമോ എന്നതുമാണ് ഇനി ആഗോള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യങ്ങൾ.